ഡിയർ സ്റ്റുഡൻസ്, ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായി സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്ന ഒരഡാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അതിലിനി ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബാങ്കർ ശ്രദ്ധിക്കേണ്ടത് അല്ലേ, എന്തൊക്കെ കാര്യങ്ങളാണ് ബാങ്കർ മുൻകരുതലുകളായിട്ട് എടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആദ്യത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്കറിയാം, ഒരു കമ്പനിക്ക് അല്ലേ, കമ്പനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ കമ്പനീസ് ആക്ട് 2013 1956 അല്ലെങ്കിൽ അതിന് മുമ്പുള്ള ഏതെങ്കിലും കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള സ്ഥാപനങ്ങളാണ് ഏത് കമ്പനീസ് എന്ന് പറയുന്നത് അല്ലേ. ഈ കമ്പനിക്ക് അവരുടേതായിട്ടുള്ള പെർപെച്വൽ സസഷൻ ഉണ്ടാവും, കോമൺ സീൽ ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്കും ഏതൊരു കോൺട്രാക്റ്റിലും എൻ്റർ ചെയ്യാനുള്ള പവർ ഉണ്ട് അല്ലേ. ഏതൊരു കോൺട്രാക്റ്റിലും ആർക്കും എൻ്റർ ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള കമ്പനീസിലും എൻ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനും ആർക്ക് പറ്റും, ഇത്തരത്തിലുള്ള ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിന് പറ്റും. അപ്പോൾ ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കർ എന്തൊക്കെ ഡോക്യുമെൻ്റ് നോക്കണം, എന്തൊക്കെ ഡോക്യുമെൻ്റാണ് വെരിഫൈ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നോക്കിക്കോ, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസ് ഇറ്റ് ഈസ് ആൻ അസോസിയേഷൻ ഓഫ് പേഴ്സൺസ് രജിസ്റ്റേർഡ് അണ്ടർ കമ്പനീസ് ആക്ട് അല്ലേ. കമ്പനീസ് ആക്ട് 2013 ഉണ്ട്, അതിനു മുമ്പ് 1956 കമ്പനീസ് ആക്ട് ഉണ്ട്, അതിനു മുമ്പും കമ്പനീസ് ആക്ട് ഉണ്ട്. ആ ഏതെങ്കിലും ഒരു കമ്പനീസ് ആക്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു അസോസിയേഷൻ ഓഫ് പേഴ്സൺ ആണ് ആര്, ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി എന്ന് പറയുന്നത്. കമ്പനീസ് ക്യാൻ എൻ്റർ ഇൻ ടു വാലിഡ് കോൺട്രാക്ട് വൈൽ ഓപ്പണിംഗ് അക്കൗണ്ട് ഇൻ ദി നെയിം ഓഫ് കമ്പനീസ്. ബാങ്കർ ഷുഡ് ടേക്ക് ദ ഫോളോയിങ് പ്രിക്വേഷൻസ്. എന്താണ്, കമ്പനിക്ക് ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയും. ഒരു കമ്പനി ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ബാങ്കർ എടുക്കേണ്ട പ്രിക്വേഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അല്ല, ഒന്നാമത് നോക്ക്, എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ്. എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെൻറ്റ്സ് അതായത് ബാങ്കർ ഈ കമ്പനിയിൽ നിന്നും താഴെ പറയുന്ന തരത്തിലുള്ള ഡോക്യുമെൻറ്റ്സ് ഒക്കെ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. അതൊക്കെ കറക്റ്റ് തന്നെയല്ലേ, എല്ലാ ഡോക്യുമെൻറ്റ്സും ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ വെരിഫൈ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നോക്കോ, എ ബാങ്കർ ഷുഡ് തറൗലി ചെക്ക് ദ ഫോളോയിങ് ഡോക്യുമെൻറ്റ്സ് ബിഫോർ ഓപ്പണിംഗ് ആൻ അക്കൗണ്ട്. കമ്പനിയുടെ പേരിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് മുമ്പായിട്ട് ബാങ്കർ എന്ത് ചെയ്യണം, താഴെ പറയുന്ന രേഖകളൊക്കെ ഡോക്യുമെൻറ്റ്സ് ഒക്കെ തറൗലി ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഏതൊക്കെയാണെന്ന് നോക്കിക്കോ. ഒന്നാമത്തതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ. സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, സർട്ടിഫിക്കറ്റ് ഓഫ് രജിസ്ട്രേഷൻ ആണ് അല്ലേ. നമ്മുടെ ഈ ഒരു കമ്പനീസ് ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവും. ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ കിട്ടുന്ന സർട്ടിഫിക്കറ്റ് ആണെന്ത്, ഈ സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ അല്ലെങ്കിൽ രജിസ്ട്രേഷന്. ഓക്കെ, രണ്ടാമത്തതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. ബിസിനസ് അതായത് നമ്മൾ ഒരു കമ്പനി രജിസ്റ്റർ ചെയ്ത് 6 മാസത്തിൽ എന്ത് ചെയ്യണം, അതിൻ്റെ വർക്കിംഗ് തുടങ്ങണം അല്ലേ. കമൻസ്മെന്റ് ഓഫ് ബിസിനസ് തുടങ്ങണം. ആ ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട്, അത് വേണം. മൂന്നാമത്തത് മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന്. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷന് അതായത് ഈ സ്ഥാപനത്തിൻ്റെ എക്സ്റ്റേണൽ മാനേജ്മെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണെന്ത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ. അതിൻ്റെ എക്സ്റ്റേണലി വരുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻസും അതുപോലെ തന്നെ അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് നമ്മളൊരു കമ്പനി എങ്ങനെ പ്രവർത്തിക്കണം എന്ന് പറയുന്ന ഒരു മെമ്മോറാണ്ടമാണ് ഇത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. നമ്മുടെ സ്ഥാപനത്തിൻ്റെ ഇൻറ്റേർണൽ മാനേജ്മെൻറ്റ് എങ്ങനെയാവണം, സ്ഥാപനത്തിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങൾ എങ്ങനെയാവണമെന്ന് സ്ഥാപനം ഉണ്ടാക്കുന്ന റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഇത്, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആണ്. നമ്മുടെ സ്ഥാപനത്തിന് ഉള്ളിലുള്ള കാര്യങ്ങളാണെങ്കിലോ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആണ്. പിന്നെയോ മറ്റുള്ള 2 സർട്ടിഫിക്കറ്റ് ഏതാണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ വേണം, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്. അപ്പോൾ ഈ 4 ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യണം, തറവായിട്ട് ചെക്ക് ചെയ്യണം. അടുത്ത് നോക്കൂ, രണ്ടാമത് പറയുന്നത് കോപ്പി ഓഫ് ബോർഡ്സ് റെസൊല്യൂഷൻ. ഒന്നാമത് പറഞ്ഞ എക്സാമിനേഷൻ ഓഫ് ഡോക്യുമെന്റ്സ്. താഴെ പറയുന്ന 4 ഡോക്യുമെന്റ്സ് എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം. ഏതൊക്കെയാണ്, സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, സർട്ടിഫിക്കറ്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് ബിസിനസ്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ ആൻഡ് ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. ഇനി രണ്ടാമത്തെ പോയിന്റ് പറയുന്നതാണ് കോപ്പി ഓഫ് ബോർഡ്സ് റെസൊല്യൂഷന്. അതായത് നമ്മൾ ഈ ഒരു കമ്പനി ബാങ്കിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യണം എന്നുള്ള കാര്യം കമ്പനിയുടെ ബോർഡ് ഓഫ് മാനേജ്മെൻറ്റ് കൂടിയിരുന്ന് അതിലൊരു റെസൊല്യൂഷൻ പാസ്സാക്കണം. ആ പാസ്സാക്കിയതിന് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ
പാസ്സാക്കിയ ഈ രേഖ കൊണ്ട് പോയിട്ട് എന്ത് ചെയ്യാണ്, ബാങ്ക് കൊണ്ട് പോയിട്ട് അതിൻ്റെ കോപ്പി കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. അപ്പോൾ ബാങ്കർ എന്ത് ചെയ്യണം, അവരെ ബോർഡിൽ ഇങ്ങനെ ഒരു റെസൊല്യൂഷൻ, ഇന്ന ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലേ, എങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഓപ്പറേഷൻസ് ഒക്കെ വേണ്ടത് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് ഒരു ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടുണ്ടാവും. ആ ബോർഡ് റെസൊല്യൂഷൻ പാസ്സാക്കിയത് എന്ത് ചെയ്യണം, അതിൻ്റെ ഒരു കോപ്പി ബാങ്കർ വാങ്ങി വെക്കണം എന്നാണ്. അങ്ങനെ ബോർഡ് കൂടിയ റെസൊല്യൂഷൻ പാസ്സാക്കിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത്തരത്തിലുള്ള അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും അതാരും മീറ്റ് ചെയ്യും, ബോർഡ് മീറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ബാങ്കർ എന്ത് ചെയ്യണം, കളക്ട് ചെയ്യണം എന്നുള്ളതാണ് കോപ്പി ഓഫ് ബോർഡ്സ് റെസൊല്യൂഷന്. മൂന്നാമത്തത് ബോറോയിങ് പവേഴ്സ് ഓഫ് കമ്പനി. കമ്പനിയുടെ ബോറോവിങ് പവേഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന് എന്ത് ചെയ്യണം, ബാങ്കർ കണക്കാക്കണം. കമ്പനിയുടെ ഷെയർ ക്യാപിറ്റൽ എത്രയാണ്, കമ്പനിക്ക് എത്രത്തോളം ബോറോയിങ്സ് ഉണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ കണക്കാക്കി അല്ലേ, കമ്പനിക്ക് എത്രത്തോളം വിറ്റുവരവുണ്ട് എന്നുള്ള കാര്യങ്ങൾ കണക്കാക്കി എത്ര ബോറോയിങ് പവർ ഉണ്ട് നമ്മുടെ സ്ഥാപനത്തിന്, ഈ പറയുന്ന കമ്പനിക്ക് ബാങ്കിൽ നിന്നും എത്ര എമൗണ്ട് വരെ ലോണൊക്കെ കൊടുക്കാൻ പറ്റും, അതിന് എത്രത്തോളം ബോറോയിങ് പവർ നമ്മുടെ ആ ഒരു കമ്പനിക്ക് ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ ആര് ചെക്ക് ചെയ്യണം, ബാങ്കർ ചെക്ക് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. ബോറോയിങ് പവേഴ്സ് ഓഫ് കമ്പനി. നെക്സ്റ്റ് വൺ വൈൻഡിങ് അപ്പ്. അതിനകത്ത് വൈൻഡിങ് അപ്പ് എന്ന് പറഞ്ഞതാണ് കമ്പനി അടച്ചു പൂട്ടാണ് അല്ലേ, ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് കമ്പനി നിർത്തിവെക്കുന്ന പ്രോസസ്സാണ് വൈൻഡിങ് അപ്പ് എന്ന് പറയുന്നത്. വൈൻഡിങ് അപ്പിൻ്റെ നോട്ടീസ് ബാങ്കർക്ക് കിട്ടിക്കഴിഞ്ഞാൽ, വൈൻഡിങ് അപ്പ് ചെയ്യാനെന്ന് പറഞ്ഞിട്ട് അവിടെ ബോർഡ് കൂടി നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാതെ നടക്കില്ല, ബിസിനസ് മുന്നോട്ട് പോവില്ല എന്ന് തോന്നി വൈൻഡിങ് അപ്പ് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നോട്ടീസ് ബാങ്കർക്ക് കൊടുക്കും. ബാങ്കർക്ക് നോട്ടീസ് കിട്ടിയാൽ പിന്നെ ബാങ്ക് ഒരു ചെക്ക് ആര് ഇഷ്യൂ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും പൈസ കൊടുക്കാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ കമ്പനി തൊട്ട് ദിവസം എന്ത് ചെയ്തിട്ട് ആർക്കോ ചെക്ക് കൊടുത്തിട്ടുണ്ട്, അയാൾ 2 ദിവസം കഴിഞ്ഞിട്ട് ചെക്ക് വാങ്ങാമെന്ന് വിചാരിച്ച് ബാങ്കിലേക്ക് പോയില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞാൽ എന്ത് ചെയ്യില്ല, ബോർഡ് എന്ത് പാസ്സാക്കി, വൈൻഡിങ് അപ്പ് പാസ്സാക്കി, അതെന്ത് ചെയ്തു, ബാങ്കർക്ക് നോട്ടീസ് കൊടുത്തു. ബാങ്കർക്ക് നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കർ പിന്നെ ആർക്കും ചെക്കിൻ്റെ എമൗണ്ട് ഒന്നും കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. ബാങ്കർ ആഫ്റ്റർ റിസീവ് ദി നോട്ടീസ് ഓഫ് റെസൊല്യൂഷൻ ഓഫ് വൈൻഡിങ് അപ്പിൻ്റെ റെസൊല്യൂഷൻ്റെ നോട്ടീസ് ബാങ്കർ കിട്ടിക്കഴിഞ്ഞാൽ ഷുഡ് നോട്ട് ഹോണർ ദ ചെക്സ് ഡോൺ ബൈ ദി ഡയറക്ടേഴ്സ് എഴുതിയിട്ടുള്ള ഒരൊറ്റ ചെക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പിന്നെ ബാങ്കർ നിലക്ക് കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്, ഇപ്പോൾ അവർ റെസൊല്യൂഷനൊക്കെ പാസ്സാക്കി പിന്നെ ഡയറക്ടേഴ്സ് പുതിയ ഏതെങ്കിലും ചെക്ക് ചെയ്ത് കൊടുത്താൽ എന്ത് ചെയ്യരുത്, അതിന് ക്യാഷ് കൊടുക്കരുത്, പഴയതാണെങ്കിൽ തന്നെ കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. കാരണം അത് പുതിയതാണോ പഴയതാണോ നമുക്കറിയില്ല. അതുകൊണ്ട് തന്നെ ഡയറക്ടേഴ്സിന് അവരുടെ പേരിലേക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാം, ആ കമ്പനിയുടെ ചെക്ക് ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ഡ്രോൺ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇങ്ങനെ റെസൊല്യൂഷൻ്റെ നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ എന്ത് ചെയ്യാൻ പാടില്ല, ചെക്ക് ഓണർ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ഡയറക്ടേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്സ്. ഡയറക്ടേഴ്സ് എന്ത് ചെയ്യുന്നറിയോ, അവരുടെ പേഴ്സണൽ അക്കൗണ്ടും കമ്പനിയുടെ അക്കൗണ്ടും മിക്സ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കും. അതായത് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഉള്ള ഒരു ചെക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് ആക്കാൻ പറയും, അതായത് ഡയറക്ടേഴ്സിൻ്റെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ആക്കാൻ പറയും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം, ബാങ്കർ ശരിക്കും കെയർഫുൾ ആയിട്ട് അതിനെ എക്സാമിൻ ചെയ്ത് അല്ലേ, അതിനെക്കുറിച്ച് വെരിഫൈ ചെയ്തിട്ടായിരിക്കണം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. അങ്ങനെ ഡയറക്ടേഴ്സ് വന്ന് പറയാണ്, നിങ്ങൾ ഈ ഒരു ചെക്ക് എൻ്റെ പേരിലുള്ള അക്കൗണ്ടിലേക്ക് ഇടണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ഇടാൻ പാടില്ല. ഇനി അങ്ങനെ ഇട്ടു ബാങ്കർ അങ്ങനെ ക്രെഡിറ്റ് ചെയ്താൽ അവിടെ എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ ബാങ്കർ തന്നെ എന്ത് ചെയ്യേണ്ടി വരും, അതിൻ്റെ നഷ്ടം സഹിക്കേണ്ടി വരും എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ എന്താണ്, ഡയറക്ടേഴ്സ് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇട്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കും. പക്ഷേ ബാങ്കർ ഒരിക്കലും എന്ത് ചെയ്യരുത്, അവരുടെ പേഴ്സണൽ അക്കൗണ്ടിലേക്ക് ക്യാഷ് ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കരുത്. പകരം എന്ത് ചെയ്യണം, കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് തന്നെ ക്രെഡിറ്റ് ചെയ്ത് കൊടുക്കണം. ഇനി അഥവാ ബാങ്ക് അങ്ങനെ ചെയ്താൽ അതിൽ നിന്ന് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ അത് ബാങ്കർ തന്നെ സഹിക്കേണ്ടി വരുന്നതാണ്. ഡയറക്ടേഴ്സ് മേ മിസ്യൂസ് ദിയർ പവേഴ്സ്. ഡയറക്ടേഴ്സ് അവരുടെ പവർ എന്ത് ചെയ്യാം, മിസ്യൂസ് ചെയ്യാം. They might deposit a company's check in their personal accounts. അവരെന്ത് ചെയ്യും, അവരുടെ കമ്പനീസിൻ്റെ ചെക്ക് അവരുടെ പേഴ്സണൽ അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യാൻ പറയും. ബാങ്കർ ഷുഡ് മേക്ക് പ്രോപ്പർ എൻക്വയറി റിഗാർഡിംഗ് ജെന്യൂൻ ഓഫ് ട്രാൻസാക്ഷൻ. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനൊക്കെ ബാങ്കർ എന്ത് ചെയ്യണം, അതിൻ്റെ ജെന്യൂനെസ് എന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങൾ വെരിഫൈ ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി അതല്ല വെരിഫൈ ചെയ്യാതെ അയാൾ അക്കൗണ്ടിലേക്ക് ഇട്ടു, നഷ്ടം വെച്ചാൽ അതിനെ സഹിക്കേണ്ടി വരും, ബാങ്കർ തന്നെ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. മറ്റതാണ് അഡീഷണൽ പ്രിക്കോഷൻസ് ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്.
പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിന് എന്ത് ചെയ്യണം, ഇതിലേറെ ഒരുപാട് പ്രിക്കോഷൻസ് എടുക്കേണ്ടതുണ്ട്. കാരണം ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അവരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ടാവില്ല, കൂടുതൽ ആളുകളായപ്പോൾ അവർ പ്രൈവറ്റ് കമ്പനിയാക്കി മാറ്റിയതായിരിക്കും, ചിലപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്സിന് സർട്ടിഫിക്കറ്റ് ഉണ്ടാവില്ല, ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനോ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനോ ഒന്നും ഇല്ല എങ്കിൽ അവർ നമ്മൾ ഡീറ്റെയിൽ ആയിട്ടുള്ള കെയർഫുൾ നടത്തിയിട്ടായിരിക്കണം ആ ഒരു പ്രൈവറ്റ് കമ്പനിക്ക് അക്കൗണ്ട് തുടങ്ങേണ്ടത്. അവരെ കയ്യിൽ നിന്നൊരു മാൻഡേറ്റ് നമ്മൾ സ്വീകരിക്കുകയാണ് വേണ്ടത് അല്ലേ. അൺസ്റ്റാമ്പ്ഡ് എഗ്രിമെൻ്റ് അടിസ്ഥാനത്തിലായിരിക്കണം അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കേണ്ടത്. കാരണം അവർക്ക് അത്ര വാലിഡ് ആയിട്ടുള്ള പ്രൂഫുകളൊന്നും ആ അത്തരത്തിലുള്ള പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസിൻ്റെ കയ്യിലുണ്ടാവില്ല. അവിടെ കൂടുതലായിട്ടും അവരോട് പറയേണ്ടതും വാങ്ങേണ്ടതും എന്താണ്, മാൻഡേറ്റ് ആണ്. ഓക്കെ, അപ്പം അത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ഒരു ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനി ഒരു ബാങ്കിൽ പോയിട്ട് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്ന കാര്യങ്ങളാണ്, പ്രിക്കോഷൻസ് ആണ് പറയുന്നത്. ഒന്നാമത് എക്സാമിനേഷൻ ഡോക്യുമെൻറ്റ്സ്, 4 ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. ഒന്നാമത് സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ, മറ്റൊന്ന് കമൻസ്മെൻറ്റ് ഓഫ് ബിസിനസ്, ദെൻ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, ദെൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ. രണ്ടാമത് കോപ്പി ഓഫ് ദ ബോർഡ്സ് റെസൊല്യൂഷൻ, ദെൻ ബോറോയിങ് പവേഴ്സ് ഓഫ് കമ്പനി, ദെൻ വൈൻഡിങ് അപ്പിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, പിന്നെ ഡയറക്ടേഴ്സ് പേഴ്സണൽ അക്കൗണ്ട്സ്, പിന്നെ അഡീഷണൽ പ്രിക്കോഷൻസ് ടു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനീസ്. ഓക്കെ, അടുത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ് ട്രസ്റ്റീസ്. ട്രസ്റ്റീസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബാങ്കർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. നമുക്കറിയാം ട്രസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്, അതായത് മറ്റാരുടെങ്കിലും ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ഒരു പ്രോപ്പർട്ടിയുടെ മാനേജ്മെൻറ്റ് നടത്തുന്ന അല്ലെ മാനേജ് ചെയ്യുന്ന ആളുകളാണ് ആര്, ട്രസ്റ്റി എന്ന് പറയുന്നത്. അത് അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണോ ചെയ്യുന്നത്? അല്ല, മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ നമ്മൾ കേട്ടിട്ടുണ്ടാവും എഡ്യൂക്കേഷൻ ട്രസ്റ്റ്, അതല്ലെങ്കിൽ ചാരിറ്റബിൾ ട്രസ്റ്റ്. ഒക്കെ എന്താണ് ചാരിറ്റബിൾ ട്രസ്റ്റിലൊക്കെ സംഭവിക്കുന്നത്, കുറച്ച് ആളുകൾ കൂടിയിട്ടായിരിക്കും ഈ ട്രസ്റ്റ് നടത്തുന്നത് അല്ലേ, അവരാണ് ട്രസ്റ്റീസ്. അവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ടല്ല ചെയ്യുന്നത്, മറ്റാരുടെയോ ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അവിടെയുള്ള പ്രോപ്പർട്ടീസ് എല്ലാം മാനേജ് ചെയ്യുന്നത് ആരായിരിക്കും, ഈ ട്രസ്റ്റീസ് ആയിരിക്കും അല്ലേ, അവിടെയുള്ള ആ വ്യക്തികളായിരിക്കും. അത്തരം സംരംഭങ്ങളാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് ട്രസ്റ്റ്, അതല്ലെങ്കിൽ ട്രസ്റ്റീസ്. ആ വ്യക്തികളാണ് ട്രസ്റ്റീസ് എന്ന് പറയുന്നത്. നോക്കാം, എ ട്രസ്റ്റി ഈസ് എ പേഴ്സൺ ടു വും ദ മാനേജ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി. അതായത് പ്രോപ്പർട്ടി എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഈസ് എൻട്രസ്റ്റഡ് ബൈ വൺ ഇൻ ട്രസ്റ്റ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് അനദർ. എന്തിനു വേണ്ടിയിട്ടാണ് ഈ പ്രോപ്പർട്ടിയൊക്കെ മാനേജ് ചെയ്യുന്നത്, മറ്റുള്ളവരുടെ ബെനിഫിറ്റിന് വേണ്ടിയിട്ട് അല്ലേ. ഇപ്പോൾ പാവപ്പെട്ട ആളുകൾക്ക് അല്ലെങ്കിൽ ട്രസ്റ്റിൽ നിന്നും ബെനിഫിഷ്യറി ആയിട്ടുള്ള ആളുകൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടെ എന്ത് ചെയ്യണം, അതിൻ്റെ പ്രോപ്പർട്ടിയൊക്കെ മാനേജ് ചെയ്യുന്ന വ്യക്തിയാണ് ആര്, ട്രസ്റ്റി എന്ന് പറയുന്നത്. ഇപ്പോൾ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണെങ്കിൽ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ഒരു ട്രസ്റ്റ് ആയിരിക്കും, അതിൻ്റെ പ്രോപ്പർട്ടീസൊക്കെ മാനേജ് ചെയ്യുന്ന ആളായിരിക്കും ആര്, ട്രസ്റ്റി എന്ന് പറയുന്നത്. അതിൻ്റെ ബെനിഫിറ്റ് അയാൾക്കല്ല കിട്ടുന്നത്, ബെനിഫിറ്റ് ആർക്കാണ്, പാവപ്പെട്ട വേറെ ആർക്കെങ്കിലും ആയിരിക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ടാവുക. അതാണ് ട്രസ്റ്റി ഈസ് എ പേഴ്സൺ ടു വും ദ മാനേജ്മെന്റ് ഓഫ് പ്രോപ്പർട്ടി ഈസ് എൻട്രസ്റ്റഡ് ബൈ വൺ ഇൻട്രസ്റ്റ് ഫോർ ദി ബെനിഫിറ്റ് ഓഫ് അനദർ. എന്നിട്ട് പറയാണ് ദ പേഴ്സൺ ഹു ക്രിയേറ്റ്സ് എ ട്രസ്റ്റ്. ആരാണോ ഒരു ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അയാൾ പറയുന്ന പേരാണ് സെറ്റിലർ ഓർ ഓതർ ഓഫ് ട്രസ്റ്റ്. എന്നാണ് ആരാണോ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ പറയുന്ന പേരാണ് സെറ്റിലർ ഓർ ഓതർ ഓഫ് ട്രസ്റ്റ്. സെറ്റിലർ ഓർ ഓതർ ഓഫ് ട്രസ്റ്റ് എന്നാണ് അറിയപ്പെടുക. ദ പേഴ്സൺ ഫോർ വൂസ് ബെനിഫിറ്റ് ഈസ് ഫോംഡ് കാൾഡ് ബെനിഫിഷ്യറി. ആർക്കാണോ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അവരാണ് ആര്, ബെനിഫിഷ്യറി. ആർക്കാണോ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അവരാണ് ബെനിഫിഷ്യറി. എന്നിട്ട് പറയാണ് ദ ഡോക്യുമെന്റ് വിച്ച് ദി ട്രസ്റ്റ് ഈസ് ക്രിയേറ്റഡ് കാൾഡ് ട്രസ്റ്റ് ഡീഡ് അല്ലേ. ട്രസ്റ്റിൽ അവരുടെ ഏറ്റവും വലിയ ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഏതാണ്, ട്രസ്റ്റ് ഡീഡാണ്. അവരെന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ആരാണ് ഇനിയിപ്പോൾ ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെങ്കിൽ ആരാണ് അത് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം ഒരു പാർട്ണർഷിപ്പ് ഡീഡ് ഉള്ളത് പോലെ തന്നെ ട്രസ്റ്റിൽ എന്തുണ്ട്, ഒരു ട്രസ്റ്റ് ഡീഡ് ഉണ്ടാവും. അപ്പോൾ ഒരു ട്രസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഏത്, ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ട്രസ്റ്റി അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അല്ലെ, ട്രസ്റ്റീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ബാങ്കർ ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ് പറയുന്നത്. ട്രസ്റ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ട്രസ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യക്തി അല്ലെങ്കിൽ വ്യക്തിയാണ്. അവരെന്ത് ചെയ്യുന്നുണ്ട്, മറ്റുള്ള ബെനിഫിറ്റിന് വേണ്ടിയിട്ടുള്ള പ്രോപ്പർട്ടീസൊക്കെ മാനേജ് ചെയ്യുന്ന ആളുകളാണ്. ആരാണോ ട്രസ്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നത് അവരെ സെറ്റിലർ എന്നോ ഓതർ ഓഫ് ട്രസ്റ്റ് എന്നോ അറിയപ്പെടും. അതുപോലെ തന്നെ ആർക്കാണോ ഇതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നത് അവരെ പറയുന്ന പേരാണ് ബെനിഫിഷ്യറി. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡോക്യുമെൻ്റ് ആണ് ഇത് ട്രസ്റ്റ് ഡീഡ് എന്ന് പറയുന്നത്. ഇനി ബാങ്കർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് ആണ് എടുക്കേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത്തെ നോക്കിക്കോ, ബാങ്കർ ഷുഡ് തറൗലി എക്സാമിൻ ദി ട്രസ്റ്റ് ഡീഡ്. ബാങ്കർ ഷുഡ് തറൗലി എക്സാമിൻ ദി ട്രസ്റ്റ് ഡീഡ്.
ട്രസ്റ്റ് ഡീഡ് തറവായിട്ട് എന്ത് ചെയ്യണം, ബാങ്കർ എക്സാമിൻ ചെയ്യണം. എന്താണ് അതിലുണ്ടാവുക, അതായത് അതിൽ ആരൊക്കെയാണ് ഇതിൻ്റെ ട്രസ്റ്റീസ് ഉള്ളത്, അവരുടെ എല്ലാവരും പേരുണ്ടാവും, അഡ്രസ്സ് ഉണ്ടാവും, അവർക്കൊക്കെ എന്താ അതോറിറ്റിയാണുള്ളത്, എങ്ങനെയാണ് കാര്യങ്ങൾ എന്നുള്ള എല്ലാ കാര്യങ്ങളും ഏതിലുണ്ടാവും, ഈ ട്രസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള A to Z കാര്യങ്ങൾ ഏതിൽ കൊടുത്തിട്ടുണ്ടാവും, ട്രസ്റ്റ് ഡീഡിലുണ്ടാവും. ഈ ട്രസ്റ്റ് ഡീഡ് ശരിക്കും സൂക്ഷ്മ പരിശോധന ആര് നടത്തണം, ബാങ്കർ നടത്തണം എന്നുള്ളതാണ്. രണ്ടാമത്തത്, ഈ ഷുഡ് ആൾസോ ഗെറ്റ് കോപ്പി ഓഫ് ട്രസ്റ്റ് ഡീഡ് ഫോർ ഫ്യൂച്ചർ റെഫറൻസ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു കോപ്പി ആര് വാങ്ങിക്കണം, ട്രസ്റ്റ് ഡീഡിൻ്റെ ഒരു കോപ്പി ബാങ്കർ വാങ്ങി വെക്കണം, ഭാവിയിൽ എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. മൂന്നാമത്തത്, ഇൻ കേസ് ഓഫ് 2 or more ട്രസ്റ്റീസ്, 2 അതിൽ കൂടുതലോ ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ ബാങ്കർ ഷുഡ് ഗെറ്റ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ് റിഗാർഡിംഗ് ഓപ്പറേറ്റ് ദി അക്കൗണ്ട്. 2 അതിൽ കൂടുതലോ ട്രസ്റ്റീസ് ഉണ്ടെങ്കിൽ അതിൽ ആരാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർക്കൊക്കെയാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത് എന്നുള്ള നിർദ്ദേശങ്ങൾ ഈ ട്രസ്റ്റീസിൻ്റെ കയ്യിൽ നിന്നും ആര് വാങ്ങണം, ബാങ്കർ വാങ്ങണം. എല്ലാവരും അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ ആർക്കൊക്കെയാണ് ഇതിൽ പവർ ഉള്ളത് എന്നുള്ളത് ബാങ്കർ ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് വാങ്ങണം എന്നാണ് പറയുന്നത്. നാലാമത് പറയുന്നു, ഇഫ് 1 or more ട്രസ്റ്റീസ് ഡൈസ് ഓർ റിട്ടയർ ദി അതോറിറ്റി ഓഫ് റിമൈനിങ് ട്രസ്റ്റീസ് ഡിപ്പെൻഡ്സ് അപ്പോൺ ട്രസ്റ്റ് ഡീഡ്. അതായത് ഒരു ട്രസ്റ്റി അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ട്രസ്റ്റി മരണപ്പെട്ടു, അതിന് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇനി അതിൻ്റെ അതോറിറ്റി ആർക്കാണ് എന്നുള്ളത് ആ ട്രസ്റ്റ് ഡീഡിലുണ്ടാവും, ട്രസ്റ്റ് ഡീഡിൽ കൊടുത്തിട്ടുണ്ടാവും. ഇന്ന ഏതെങ്കിലും ആൾ മരിച്ചു കഴിഞ്ഞാൽ അതിന് അതോറിറ്റി ഇനി എന്ത് ചെയ്യണം എന്നുള്ള കാര്യം ഏതിലുണ്ടാവും, ട്രസ്റ്റ് ഡീഡിലുണ്ടാവും. അതേപോലെയാണ് ആര് ചെയ്യേണ്ടത്, ബാങ്കറും ചെയ്യേണ്ടത് അല്ലേ. അതിൽ നിന്ന് കിട്ടുന്ന ബാലൻസ് എമൗണ്ട് ഒക്കെ ആര് കൊടുക്കണം, അങ്ങനെയാണെങ്കിൽ ആ ട്രസ്റ്റ് ഡീഡ് പറയുന്ന ആളുകൾക്ക് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നോ അതിൽ കൂടുതൽ ആളുകളൊക്കെ ട്രസ്റ്റീസ് മരിക്കുകയോ റിട്ടയർ ചെയ്യുകയോ ചെയ്താൽ റിമൈനിങ് പോർഷന് എന്ത് ചെയ്യണം എന്നുള്ളത് ട്രസ്റ്റ് ഡീഡിലുണ്ടാവും, അതതുപോലെ തന്നെ ചെയ്യണം. ലാസ്റ്റ് പോയിന്റ് പറയുന്നു, വെൻ ഓൾ ട്രസ്റ്റീസ് ഡൈഡ്, എല്ലാ ട്രസ്റ്റീസും മരിച്ചാലോ, ന്യൂ ട്രസ്റ്റി മേ ബി അപ്പോയിന്റഡ് ബൈ ഗവൺമെന്റ്. ന്യൂ ട്രസ്റ്റി മേ ബി അപ്പോയിന്റഡ് ബൈ കോർട്ട്. കോടതി എന്ത് ചെയ്യും, ഒരു പുതിയ ട്രസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുക. വെൻ ഓൾ ട്രസ്റ്റീസ് ഡൈഡ് ന്യൂ ട്രസ്റ്റി മേ ബി അപ്പോയിന്റഡ് ബൈ കോർട്ട്. പുതിയൊരു ട്രസ്റ്റിനെ ആര് അപ്പോയിന്റ് ചെയ്യും, കോടതി അപ്പോയിന്റ് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ 5 പോയിന്റ്സ് ആണ് നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത്. ട്രസ്റ്റി ആരാന്ന് നമ്മൾ പറഞ്ഞു, ട്രസ്റ്റിയുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം എന്ത് ചെയ്യണം, ട്രസ്റ്റ് ഡീഡ് താറോയിട്ട് ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ ഇതിൻ്റെ കോപ്പി വാങ്ങിക്കണം. മൂന്നാമത്തത് 2ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ അല്ലേ, 1ൽ കൂടുതൽ ആളുകളുണ്ടെങ്കിൽ ആരാണ് ഈ അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതുമായി ബന്ധപ്പെട്ട ക്ലിയർ ഇൻസ്ട്രക്ഷൻ വാങ്ങിയിട്ടുണ്ടായിരിക്കണം. നാലാമത് പറയുന്നു, 1 അതിൽ കൂടുതലോ ആളുകൾ ട്രസ്റ്റീസ് മരിക്കുകയോ റിട്ടയർ ചെയ്യുകയോ ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയായിരിക്കും, അതോറിറ്റി എങ്ങനെയായിരിക്കും എന്നുള്ളത് ട്രസ്റ്റ് ഡീഡിലുണ്ടാവും, അതുപോലെ ചെയ്യണം. 5ാമത് പറയുന്നത്, എല്ലാവരും മരിക്കുകയാണെങ്കിലോ കോടതി ഒരു ട്രസ്റ്റിനെ അപ്പോയിന്റ് ചെയ്യുകയാണ് ചെയ്യുക. ഓക്കെ, അടുത്ത ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ് ക്ലബ്ബ്, അസോസിയേഷൻസ് ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റീസ്. നമുക്കറിയാം, സമൂഹത്തിന് വേണ്ടി നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുന്ന നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് ആണ് ആര്, ക്ലബ്ബ്, അസോസിയേഷന്, അതുപോലെ തന്നെ ചാരിറ്റബിൾ സൊസൈറ്റീസ് ഒക്കെ അല്ലേ. നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണ്, സൊസൈറ്റിയുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതാണ്, അവരുടെ ബെനിഫിറ്റിന് വേണ്ടി ചെയ്യുന്നതല്ല അല്ലേ. ദീസ് ആർ നോൺ ട്രേഡിംഗ് ഓർഗനൈസേഷൻസ് എൻഗേജ് ഇൻ റെൻഡറിങ് സം സർവീസസ് ടു സൊസൈറ്റി. സൊസൈറ്റിക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള ചില സ്ഥാപനങ്ങളാണ്. ഇത്തരം സ്ഥാപനങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് വേണ്ടി വരും അല്ലേ. അപ്പോൾ ഇത്തരം സ്ഥാപനങ്ങൾ ഒരു ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ, ബാങ്കർ എന്ന നിലയിൽ എന്തൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. ബാങ്ക് എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നാണ് പറയുന്നത്. അതിലൊന്നാമത്തതാണ് ഇൻകോർപ്പറേറ്റഡ് ബോഡി. ഇപ്പോൾ ഒരു ക്ലബ്ബാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, രജിസ്റ്റർ ചെയ്യും അല്ലേ, ക്ലബ്ബ് രജിസ്റ്റർ ചെയ്യണം. അതല്ലെങ്കിൽ അസോസിയേഷൻസ് ആണെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റീസ് ഒക്കെ എന്ത് ചെയ്യണം, രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ നമ്മുടെ ഒരു ബാങ്കിലേക്ക് ഏതെങ്കിലും ക്ലബ്ബ്, അസോസിയേഷന് അല്ലെങ്കിൽ ചാരിറ്റബിൾ സൊസൈറ്റീസിൻ്റെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വരുമ്പോൾ അവർ ആ ഒരു സൊസൈറ്റി അല്ലേ, ആ ഒരു ക്ലബ്ബ് എന്ത് ചെയ്തിട്ടുണ്ടെന്ന് നോക്കണം, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ നോക്കണം. രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ രജിസ്ട്രേഷൻ്റെ കോപ്പി നമ്മൾ എന്ത് ചെയ്യണം, വാങ്ങിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ രജിസ്റ്റർ ചെയ്തില്ലേ എന്ന് ആദ്യം എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. രണ്ടാമത്തെ റൂൾസ് ആൻഡ് ബൈലോസ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ റൂൾസ് ആൻഡ് ബൈലോസ്, അതായത് ഇന്ത്യയുടെ മാനേജ്മെൻറ്റ് എങ്ങനെയൊക്കെയാണ്, അവരെന്തൊക്കെ കാര്യങ്ങളാണ് പ്രവർത്തിക്കുന്നത്, എങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യണം നോക്കണം. മറ്റൊന്ന് റെസൊല്യൂഷൻ ഓഫ് മാനേജിങ് കമ്മിറ്റി അല്ലേ, ക്ലബിൻ്റെ മാനേജിങ് കമ്മിറ്റി ഇരുന്ന് കൂടിയിട്ട് അവർ റെസൊല്യൂഷൻ പാസ്സാക്കിയിട്ടേ അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ റെസൊല്യൂഷൻ്റെ ഒരു കോപ്പി വാങ്ങണം. അതുപോലെ തന്നെ സൊസൈറ്റിയുടെ ബോറോയിങ് പവേഴ്സ് എത്രത്തോളം ഉണ്ട് എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്, ഈ ഒരു ക്ലബിൻ്റെ അക്കൗണ്ടിൽ നിന്നും
ഏതെങ്കിലും ക്ലബിൻ്റെ ഭാരവാഹി അയാളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ആരും ശ്രദ്ധിക്കണം. ഈ ആള് ശ്രദ്ധിക്കണം അല്ലേ, ബാങ്കർ നിലക്ക് ബാങ്കർ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത് ഇൻകോർപ്പറേറ്റഡ് ബോഡി രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ നോക്കണം, റൂൾസ് ആൻഡ് ബൈലോസ് നോക്കണം, റെസൊല്യൂഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി വാങ്ങിക്കണം, ബോറോയിങ് പവേഴ്സ് നോക്കണം, അതുപോലെ തന്നെ ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേഴ്സണൽ അക്കൗണ്ട്സിലേക്ക് ഇവർ ക്യാഷ് എന്ത് ചെയ്യുന്നുണ്ട്, ക്രെഡിറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ആര് ചെക്ക് ചെയ്യണം, ബാങ്കർ ചെക്ക് ചെയ്യണം. അതിനുള്ള അവസരം ഉണ്ടാക്കാൻ പാടില്ല എന്നാണ്. അടുത്തൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ് ലുനാറ്റിക്സ്. ലുനാറ്റിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോ ലാക്സ് അണ്ടർസ്റ്റാൻഡിങ് പവർ ആൻഡ് റാഷണൽ ജഡ്ജ്മെൻറ്റ്. അണ്ടർസ്റ്റാൻഡിങ്, ഒരു കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പവറൊക്കെ നഷ്ടപ്പെട്ട ആളുകളാണ് ആര്, ലുനാറ്റിക്സ് എന്ന് പറയുന്നത് അല്ലേ. അൺസൗണ്ട് മൈൻഡാണ് അവർക്ക്. സാധാരണ ഉണ്ടായിരുന്ന ബുദ്ധി ചിലപ്പോൾ എന്തായിരിക്കും, പോയിട്ടുണ്ടാവും അല്ലേ, അല്ലെങ്കിൽ ജന്മന ബുദ്ധിയില്ലാത്ത ആളായിരിക്കും. അപ്പോൾ അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ബുദ്ധിയില്ലാത്ത ഒരാൾ അയാൾക്ക് എന്ത് ചെയ്യാൻ പാടില്ല, ബാങ്കിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. പിന്നെ അയാൾ വേറെ സാധാരണ പോലെ ഒരാളായിരുന്നു, ആ സമയത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്, പിന്നീട് അയാൾ എന്തായത്, അൺസൗണ്ട് മൈൻഡ് ആയത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, അവിടെ വെച്ചിട്ട് അത് ക്ലോസ് ചെയ്യാണ് ചെയ്യുക എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. നോക്കാം, എ പേഴ്സൺ വു ലാക്ക് അണ്ടർസ്റ്റാൻഡിങ് പവർ ആൻഡ് റാഷണൽ ജഡ്ജ്മെൻറ്റ് അല്ലേ. റാഷണൽ ജഡ്ജ്മെൻറ്റും അതായത് ചിന്തിക്കാനുള്ള കഴിവും അത് കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള കഴിവും ഒക്കെ നഷ്ടപ്പെട്ട ആളാണ് ആര്, ലുനാറ്റിക്സ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് പറയുന്നുണ്ട്, എ പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ് ഈസ് നോട്ട് കോമ്പീറ്റൻറ്റ് ടു എൻ്റർ ഇൻ ടു വാലിഡ് കോൺട്രാക്ട്. ഒരു അൺസൗണ്ട് മൈൻഡിനെ എന്ത് ചെയ്യാൻ പാടില്ല, ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. ബട്ട് ദിസ് ഡിസ്ക്വാളിഫിക്കേഷൻ ഡസ് നോട്ട് അപ്ലൈ ടു കോൺട്രാക്ട്സ് എൻഡേഡ് ഇൻ ടു ബൈ ഹിം ഡ്യൂറിങ് വെൻ ഹി വാസ് സീക്ക്. അയാൾക്ക് കുഴപ്പമൊന്നുമില്ലാത്ത സമയത്ത് അദ്ദേഹം ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടുണ്ട് എന്ന് വിചാരിക്കാം. അങ്ങനെ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിച്ചാൽ അതൊരു പ്രശ്നമൊന്നുമില്ല, കാരണം അന്ന് എന്ത് ചെയ്തൊന്നും അയാൾക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യാണ് ചെയ്യുക, അങ്ങനെ ഒരാൾ ഒരാൾ ലുനാറ്റിക്സ് ആയി അല്ലെങ്കിൽ അൺസൗണ്ട് മൈൻഡായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്ത് അക്കൗണ്ട് ജസ്റ്റ് എന്ത് ചെയ്യും, അയാൾ മരവിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുക. അങ്ങനെയാണ് കോൺട്രാക്റ്റിൻ്റെ കാര്യത്തിലും പറയുന്നത്. അയാൾക്ക് ഒരിക്കലും വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയില്ല. പക്ഷേ നേരത്തെ പ്രശ്നമൊന്നുമില്ലാത്ത ഒരാളായിരുന്നു വിചാരിക്കുക. നേരത്തെ പ്രശ്നമില്ലാത്ത ആളാണെങ്കിൽ അയാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തുകൂടെ. പിന്നെ അയാൾ ഇങ്ങനെ ആയി മാറി, അയാൾ ബുദ്ധി പോയി എന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് ചെയ്യും, അത് ജസ്റ്റ് ഒന്ന് മരവിപ്പിക്കുന്നു മാത്രം. എന്നിട്ട് പറയുകയാണ്, വെൻ എ ബാങ്കർ റിസീവ്സ് എ നോട്ടീസ് ഓഫ് കസ്റ്റമേഴ്സ് ലൂനസി. ഇയാൾ ലുനാറ്റിക്സ് ആയി എന്നുള്ളതിൻ്റെ ഒരു നോട്ടീസ് ബാങ്കർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഹി മസ്റ്റ് സ്റ്റോപ്പ് എൻ്റർ ഓപ്പറേഷൻ ഓഫ് അക്കൗണ്ട് അണ്ടിൽ ദി റിസീപ്റ്റ് ഓഫ് ഓർഡർ ഓഫ് കോർട്ട് ഓർ പ്രൂഫ് ഓഫ് കസ്റ്റമേഴ്സ് റിക്കവറി. അതായത് ഒരു ബാങ്കർക്ക് ഇങ്ങനെ നോട്ടീസ് കിട്ടി, ഇയാൾ എന്താണ് ഇങ്ങനെ ആയി, അൺസൗണ്ട് മൈൻഡ് ആയി എന്ന് കഴിഞ്ഞിട്ടുള്ള നോട്ടീസ് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്കർ എന്ത് ചെയ്യും, ആ അക്കൗണ്ട് മരവിപ്പിക്കും. പിന്നെ അതിൽ നിന്നൊരു ട്രാൻസാക്ഷൻ നടത്തില്ല, ഓപ്പറേഷൻസ് നിർത്തിവെക്കും. പിന്നെ എന്ന് തുടങ്ങും, കോടതി പറയുകയാണ് ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാം. അതല്ലെങ്കിൽ കസ്റ്റമർ റിക്കവറിൻ്റെ ഒരു പ്രൂഫ് കൊടുന്ന് കാണിച്ചു തന്നാൽ വീണ്ടും നമ്മൾ അതിൻ്റെ ഓപ്പറേഷൻസ് തുടങ്ങാമെന്നുള്ളതാണ് പറയുന്നത്. ലുനാറ്റിക്സിൻ്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഇത്രേ ഉള്ളൂ. അൺസൗണ്ട് മൈൻഡ് എന്നാണ് ആവുന്നത്, അത് മുതൽ അൺസൗണ്ട് മൈൻഡ് അല്ല എന്ന് വരുന്ന ഒരു നോട്ടീസ് അല്ലേ, അതുവരെ അക്കൗണ്ട് മരവിപ്പിച്ച് വെക്കുമെന്ന് മാത്രം മനസ്സിലാക്കി വെക്കുക. മറ്റൊരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് കസ്റ്റമർ ആണ് ഡ്രങ്കാർഡ് അല്ലേ. മദ്യപിച്ച ആളുകളായിട്ട് അക്കൗണ്ട് എന്ത് ചെയ്യാൻ പാടില്ല, തുടങ്ങാൻ പാടില്ല. കാരണം മദ്യപിച്ചുള്ള സമയത്ത് അവരുടെ കോൺട്രാക്റ്റ് എന്താണ്, വോയിഡാണ് എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. നിങ്ങൾ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്റ്റിൽ പഠിച്ചിട്ടുണ്ടാവും, ഡ്രങ്കാർഡ്സിനായിട്ടുള്ള കോൺട്രാക്റ്റ് വോയിഡാണ്. ആ സമയത്ത് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. അടുത്തത് ലോക്കൽ അതോറിറ്റി എന്ന പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി പോലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ലോക്കൽ അതോറിറ്റി എന്ന് പറയുന്നത്. അത്തരത്തിലുള്ള ലോക്കൽ അതോറിറ്റീസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ നിന്ന് അതിൻ്റെ കാര്യങ്ങൾ അല്ലേ, അവർക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടെങ്കിൽ ആ ഡോക്യുമെൻറ്റ്സ് ഒക്കെ അവരെ കയ്യിൽ നിന്ന് വാങ്ങി വെക്കണം. ആരാണ് അക്കൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വാങ്ങി വെക്കണം അല്ലേ. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ലോക്കൽ അതോറിറ്റീസിൽ വരുന്നത്. നമ്മളിതുവരെ പഠിച്ച പോയിന്റ്സ് തന്നെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ലോക്കൽ അതോറിറ്റീസിലും എഴുതിയാൽ മതി. ഇനി മറ്റൊന്നാണ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളാണ് ഇല്ലിറ്ററേറ്റ് പേഴ്സൺ എന്ന് പറയുന്നത്. അവർക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതിന് പ്രശ്നമൊന്നുമില്ല, അവർക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം, അതിന് പ്രശ്നമില്ല.
പക്ഷേ അവരുടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സൈൻ ചെയ്യാൻ കഴിയില്ല അല്ലേ, എഴുതാനും വായിക്കാനും കഴിയില്ല, സൈൻ ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അവരുടെ തമ്പ് ഇംപ്രഷനോട് കൂടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ട് ഓപ്പൺ ചെയ്തത്. ഇങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ചെക്ക് ഫെസിലിറ്റി ഒന്നും അവർക്ക് കിട്ടില്ല. കാരണം ചെക്ക് ഫെസിലിറ്റിയുമ്പോൾ തമ്പ് വെച്ച് കഴിഞ്ഞാൽ നമുക്കതങ്ങനെ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയില്ല. അതുപോലെ തന്നെ ഇവർക്ക് വിഡ്രോ ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ബാങ്ക് പോയിട്ട് അവർ നേരിട്ട് പോയാൽ എന്ത് ചെയ്യുള്ളൂ, ബാങ്ക് ക്യാഷ് കൊടുക്കുള്ളൂ. ചെക്ക് ഫെസിലിറ്റി ഇല്ല. പിന്നെ അവർക്ക് സെപ്പറേറ്റ് ഒരു ID പ്രൂഫ് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഇല്ലിറ്ററേറ്റ് പേഴ്സണിൽ പറയുന്നത് തമ്പ് ഇംപ്രഷനാണ് സൈന് പകരം ചെയ്യുക. അവർക്ക് അവരുടെ ഫോട്ടോ ഒട്ടിച്ചുള്ള ഒരു കാർഡ് അവർക്ക് കൊടുക്കും. അതോടൊപ്പം തന്നെ ചെക്ക് ഫെസിലിറ്റി ഉണ്ടാവില്ല. അക്കൗണ്ടിൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്യണമെങ്കിൽ അവർ ബാങ്കിൽ തന്നെ പോകണം എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ് ക്ലബ്ബ്, അസോസിയേഷൻ, ചാരിറ്റബിൾ സൊസൈറ്റീസ്. സൊസൈറ്റിക്ക് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനങ്ങളാണ് ക്ലബ്ബ്, അസോസിയേഷന്. അവർക്ക് അക്കൗണ്ട് തുടങ്ങുമ്പോൾ അവരെ ഇൻകോർപ്പറേറ്റഡ് ബോഡിയാണെന്ന് നോക്കണം, റൂൾസ് ആൻഡ് ബൈലോസ് നോക്കണം, റെസൊല്യൂഷൻ ഓഫ് മാനേജിംഗ് കമ്മിറ്റി, ബോറോയിങ് പവേഴ്സ്, ട്രാൻസ്ഫർ ഓഫ് ഫണ്ട്സ്. ലുനാറ്റിക്സ് ആണെങ്കിൽ ലുനാറ്റിക്സ് ഒരിക്കലും ഒരു വാലിഡ് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ പാടില്ല. പക്ഷേ കഴിയില്ല. പക്ഷേ നിലവിൽ ആദ്യം അവർ എന്ത് ചെയ്തിരുന്നു, ലുനാറ്റിക്സ് അല്ലായിരുന്നു. ആ സമയത്ത് വാലിഡ് ആയിട്ടുള്ള കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാം. പക്ഷേ പിന്നെ അൺസോൾഡർ മൈൻഡ് ആകുമ്പോൾ അതെന്ത് ചെയ്യും, അക്കൗണ്ടാണ് മരവിപ്പിക്കുകയാണ് ചെയ്യുക എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക. ഡ്രങ്കാർഡ്സ് ഒരിക്കലും അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല. കാരണം അവരായിട്ടുള്ള കോൺട്രാക്റ്റ് വോയിഡ് ആണ് എന്നുള്ളതാണ്. മറ്റൊന്നാണ് ലോക്കൽ അതോറിറ്റി നമ്മൾ പഠിച്ച അതേ പോയിന്റ്സ് തന്നെ എഴുതുക. ഇല്ലിറ്ററേറ്റ് പേഴ്സൺ തന്നെ തമ്പ് ഇംപ്രഷനാണ്, അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. പക്ഷെ എന്ത് ചെയ്യില്ല, ചെക്ക് ഫെസിലിറ്റി കിട്ടില്ല. ബാങ്കിൽ നേരിട്ട് പോയാലേ ക്യാഷ് കിട്ടുള്ളൂ. ഒരു സെപ്പറേറ്റ് ID കാർഡ് അവർക്ക് എന്ത് ചെയ്യാം, ബാങ്കിന് പ്രൊവൈഡ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. ഇതോടുകൂടി സ്പെഷ്യൽ ടൈപ്സ് ഓഫ് കസ്റ്റമേഴ്സ് ഇവിടെ തീരുകയാണ്. ഇനി പുതിയൊരു ചാപ്റ്ററാണുള്ളത്. ആ ചാപ്റ്ററുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും താങ്ക് യു.